ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഞങ്ങളിപ്പോൾ മൂന്നാളുമായിട്ടുള്ളൊരു വീഡിയോസുമായിട്ട് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായി. നമ്മുടെ ആതിരയുടെ കസിൻ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോസുമായിട്ട് മൂന്നാളും ഒത്തൊരുമിച്ചിട്ടുള്ളൊരു വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ടൈൽസിൻ്റെ പണിയാണ്. ഇത്രയും നാളും പരിക്കനായിരുന്നു. അപ്പം അതിൻ്റെ മുകളിൽ ഇപ്പോൾ ടൈൽസ് ഒട്ടിക്കുവാണ്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കായതുകൊണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റാത്തത്. ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കമൻ്റായിട്ട് ഞങ്ങളോട് വന്ന് പറയുക. അതിനാണ് യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുള്ളത്. ദയവ് ചെയ്ത് പുറത്ത് പോയിട്ട് അവരുടെ വീഡിയോസ് കൊള്ളത്തില്ല, അവരുടെ വീഡിയോസ് പോരാ, കണ്ടൻറ്റ് പോരാ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ദയവ് ചെയ്തിട്ട് കളയുക. ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങളോട് ഡയറക്റ്റായിട്ട് പറയാം. കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. ഞങ്ങളത് നികത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ടൈൽസിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഞാനും നീതുമായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ആതിരയ്ക്ക് ഇപ്പം എന്തായാലും ഒരു 10-40 ദിവസം കഴിയാതെ വീഡിയോ എടുക്കാൻ വരാൻ പറ്റത്തില്ല. കാരണം അവൾ അങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് പറയാനായിട്ടാണ് ഞാൻ ആ വീഡിയോസുമായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ 3 പേരും കൈകാര്യം ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാണിത്. ഞങ്ങളുടെ 3 പേരുടെ ഫോണിലും ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒരാൾ മാത്രമായിരിക്കത്തില്ല, 3 ആളും വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റാത്ത സമയങ്ങളിൽ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്. അത് അപ്ലോഡ് ചെയ്തതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് വേണ്ടാതെ എന്താ പറയുക, ഓരോ വ്യക്തികളെ കൊണ്ടും പലതും പറഞ്ഞു നടക്കുന്നതും അത്ര ശരിയല്ല. കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് പറയാനും മറ്റുള്ളവരെ പഴിചാരാനും ദയവ് ചെയ്ത് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ തന്നെ ആയിരിക്കണമെന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ആതിരയും വീഡിയോസ് എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരുമാണ് മെയിനായിട്ട് ഇതിനകത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ചില വീഡിയോസ് ഇടാൻ പറ്റാത്ത സമയങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം. ഈ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, എന്നാലും മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ദയവ് ചെയ്ത് മറ്റുള്ളവരെ കാര്യം അറിയാതെ പഴിചാരാൻ നിൽക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. അതുപോലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇത്രയെങ്കിലും എത്തിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ ആ ഒരു വാച്ച് അവറിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുടങ്ങാതെ മുന്നേ ഉണ്ടായിട്ടുള്ള ലോങ് വീഡിയോസ് അപ്ലോഡ് ആക്കിയത്. അതും ഞാനാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ അതോർത്ത് എനിക്ക് വിഷമമായിട്ടുണ്ട്. കാരണം ഇടാൻ പറ്റാത്ത ദിവസത്തിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന് ഞാൻ ആർക്കെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വീഡിയോസ് വീണ്ടും കാണുക. ഞങ്ങൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ കുറച്ച് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.